വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആകാശം ദൈവത്തിൻ്റെ കൈവേലയെ വർണ്ണിക്കുന്നു, ആകാശവിധാനം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നു. പകൽ പകലിന് അറിവ് കൊടുക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല. ഹല്ലേലൂയ. ഇവിടെ എന്താണ് വായിച്ചു കേട്ടത്? ദൈവത്തിൻ്റെ സൃഷ്ടി സകലതും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, പകലും രാത്രിയും എല്ലാം. കാരണം എന്നു മുതൽ സൃഷ്ടി ഉണ്ടായോ, ഭൂമി ഉണ്ടായോ, അന്നു മുതൽ ഒരു വ്യത്യാസവുമില്ലാതെ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നു. രാത്രിയും പകലും വന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. സൂര്യൻ ഒരു ക്ഷീണവുമില്ല, പ്രയാസവുമില്ല, സകലതും അതതിൻ്റെ വിധത്തിൽ നടക്കുന്നു. റോബർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നു, സകല സൃഷ്ടിയും ഈറ്റുനോവോടെ ഇരിക്കുന്നു, മനുഷ്യപുത്രൻ്റെ വെളിപ്പാടിന് വേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി സകലതും ഈറ്റുനോവോടുകൂടി ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങൾക്ക് ആ ഒരു വേദനയുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചിന്തയുണ്ടോ? നാം വേഗത്തിൽ കർത്താവിൻ്റെ വരവ് കാണുവാൻ പോകുന്നൊരു ജനമാണ്. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സകലത്തിലും മുങ്ങി ഈ ലോകത്തിൽ അങ്ങ് ജീവിച്ചു പോകണം എന്നുള്ളതാണോ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രത്യാശ? അതോ കർത്താവായിരിക്കുന്ന യേശു, ആ സ്വർഗീയ സന്തോഷം, കണ്ണുനീരില്ലാത്ത, വിലാപങ്ങളില്ലാത്ത, എപ്പോഴും കുഞ്ഞാട് വിളക്കായിരിക്കുന്ന സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹൃദയത്തിൽ ഒരുങ്ങണം. ഈ ചോദ്യം ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമ്മുടെ തലമുറകളോട് നമ്മൾ പറയണം, ഈ ലോകത്തിൽ ഏത് നന്മയിലേക്ക് നാം എത്തിയാലും, ഏതുയർച്ചയിലേക്ക് എത്തിയാലും, കർത്താവായിരിക്കുന്ന യേശുവിന് വേണ്ടി ഓരോ ദിവസവും ഹൃദയത്തിൽ ഒരു ചിന്ത വേണം, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ. ഇല്ല എങ്കിൽ നാം ചതിക്കപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും ഈ ലോകത്തിലുള്ള സകല നന്മകളും ജീവിതത്തിൽ പ്രാപിക്കുവാനുമായി കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട ദൈവം. ഹല്ലേലൂയ. അങ്ങ് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം, അങ്ങ് ഞങ്ങളെ കരുതുന്ന ദൈവം, അങ്ങ് കരുണയുള്ള ദൈവം, മാറ്റമില്ലാത്ത ദൈവം, ഞങ്ങൾ മാറിപ്പോകുമ്പോഴും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവമേ, ആ നല്ല സ്നേഹവാനായിരിക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളിന്ന് പകൽക്കാലവും സ്നേഹത്തോടെ അടുത്തു വരുന്നു. ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും, ഞങ്ങളുടെ തലമുറകളെ, ഞങ്ങൾക്കുള്ള പ്രിയപ്പെട്ട എല്ലാറ്റിനെയും ദൈവമേ, ഞങ്ങൾ അവിടുത്തെ കരങ്ങൾ തരുന്ന അങ്ങ് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം അപ്പച്ച. അവിടെ നിന്ന് ദൈവമേ, ആ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുവാൻ കർത്താവ് ആ 5 അപ്പത്തെ എടുത്ത് വാഴ്ത്തി നുറുക്കി മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലുള്ള സകലതിനെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് തരണം കർത്താവെ. ഇന്ന് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു അല്പമാണെങ്കിലും അങ്ങ് അതിനെ ഒന്ന് തൊട്ടാൽ അത് വർദ്ധിക്കും കർത്താവെ, അത് പെരുകി വരും അപ്പച്ച. അത് ദൈവമേ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മിച്ചമെടുക്കുവാനും ഇടവരും. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളുടെ സമ്പത്തിനെ ഒന്ന് വർദ്ധിപ്പിക്കണം അപ്പച്ച. അങ്ങ് ഞങ്ങളിലുള്ള ദൈവകൃപയെ ഒന്ന് വർദ്ധിപ്പിക്കണം കർത്താവെ. ഞങ്ങളിൽ മാത്രം പ്രാർത്ഥിച്ചൊതുങ്ങിയിരിക്കുവാനുള്ളവരല്ല. ഞങ്ങൾ ദൈവമേ, അങ്ങയുടെ വെളിച്ചം ഞങ്ങളിലൂടെ മറ്റുള്ളവർക്ക് ദൈവമേ ശോഭിക്കേണ്ടതാകുന്നു. അനേകരെ ഞങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇടവരുത്തണമേ, അനേകരെ സ്നാനത്തിലേക്ക് നയിക്കുവാൻ ഇടവരുത്തണമേ കർത്താവെ. അനേകരോട് യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചും അവിടുത്തെ 2-ാം വരവിനെക്കുറിച്ചും നിത്യസ്വർഗത്തെക്കുറിച്ചും ആ സന്തോഷമുള്ള ദൈവമേ, ദൈവത്തോടൊപ്പം എന്നും എപ്പോഴും കർത്താവെ ഞങ്ങൾക്ക് വാഴുവാനുള്ള സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അല്പം വെളിപ്പാടിനെ, അല്പം വചനത്തെ കർത്താവെ, ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല എങ്കിലും അവിടെ നിന്ന് അതിനെ ഒന്ന് ഈ നാളുകളിൽ വർദ്ധിപ്പിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ചോദിക്കുന്നവർക്കൊരു മറുപടി കൊടുക്കുവാൻ, അനേകരെ ഞങ്ങളുടെ അടുക്കലേക്ക് ദൈവമേ, ഞങ്ങളുടെ അടുക്കലേക്ക് വരുന്നവരെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുവാനൊക്കെ ഉള്ളൊരു കൃപയ്ക്കായി ഞങ്ങളിന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ആ ദാഹത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിച്ച് നൽകണമേ അപ്പ. അങ്ങേക്ക് വേണ്ടി ദൈവമേ വേല ചെയ്യുവാൻ, അവിടുത്തെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഒക്കെ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ. ഈ കൂട്ടത്തിൽ ദൈവസന്നിധിയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയ മക്കളെയും ദൈവത്തിൻ്റെ രാജ്യത്തിലെ പ്രാർത്ഥനാ പോരാളികളാക്കി തീർക്കാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യം, ഞങ്ങൾക്കറിയാവുന്നവരുടെ ആവശ്യം എന്ന ചിന്ത മാറ്റി ദൈവമേ രാജ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, ഞങ്ങളുടെ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേക രോഗികൾക്കായി പ്രാർത്ഥിക്കുവാൻ, കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, യൗവനക്കാർക്കായി പ്രാർത്ഥിക്കുവാൻ, ദൈവദാസന്മാർക്കായി, ദൈവവേലയ്ക്കായി കർത്താവെ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവമേ, ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇങ്ങനെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു ഉൾബോധ്യം
ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. അവരും കർത്താവിൻ്റെ ശക്തരായിരിക്കുന്ന വേലക്കാരായി മാറുവാൻ അങ്ങ് സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഇവരുടെ അന്തരംഗങ്ങളിൽ അവിടെ നിന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. അന്യഭാഷകളാൽ സംസാരിക്കുവാൻ, പ്രവചനാത്മാവിനാൽ നിറയുവാൻ, ദേശങ്ങൾക്ക് വേണ്ടി പ്രവചിക്കുവാൻ ഒക്കെ ഇവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ കർത്താവേ, പല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസത്തിനായി, അവരുടെ നല്ല സ്വഭാവത്തിനായി, അകപ്പെട്ടു പോയിരിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്ന് മടങ്ങി വരുന്നതിനായി, ദൈവമേ തക്ക സമയത്തൊരു വിവാഹ ജീവിതം നടക്കുന്നതിനായി, കുഞ്ഞുങ്ങളുടെ ദൈവമേ ആരോഗ്യ വിഷയങ്ങൾക്കായി, അവരുടെ ശരീരത്തിലുള്ള ചില വൈകല്യങ്ങൾക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ ഒക്കെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അവിടെ നിന്ന് കേൾക്കണമേ അപ്പച്ച. തലമുറകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. നിൻ്റെ മക്കളെല്ലാവരും യഹോവയാൽ പഠിപ്പിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുമെന്ന വചനത്താൽ കർത്താവെ കുഞ്ഞുങ്ങളെല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എക്സാമുകളിൽ ഉന്നത ജയം അവിടെ നിന്ന് നൽകണം അപ്പച്ച. ദൈവമേ, ചില കടക്കുരുക്കളിൽ കിടക്കുന്നവർ, വാടക ഭവനങ്ങളിൽ കിടക്കുന്നവർ, സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ജപ്തി ഭീഷണിയിലൊക്കെ ദൈവമേ ലോണുകൾ കടന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവർക്ക് വേണ്ടി എല്ലാ അത്ഭുതകരമായ വഴികൾ, വാതിലുകൾ അവിടെ നിന്ന് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നുപോയി ചില നിയമക്കുരുക്കുകൾക്കുള്ളിൽ അകപ്പെട്ടു. ദൈവമേ, ചിലർക്ക് ഭവനങ്ങൾ, ദൈവമേ സൗകര്യത്തിന് ഭവനങ്ങൾ ലഭിച്ചില്ല. ദൈവമേ, ചില പേപ്പറുകൾ തക്ക സമയത്ത് ലഭിച്ചില്ല. കർത്താവേ സ്തോത്രം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾ, സഹോദരങ്ങളൊക്കെ അവർക്കായെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആഹാരത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം, കാലാവസ്ഥയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം, യാത്രകളിലെല്ലാം അവിടെ കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ അവരുടെ ജീവിതങ്ങളിൽ വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം. ദൈവവേലക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ പല സംസ്ഥാനങ്ങളിലും കർത്താവെ ദുഷ്ടൻ പ്രബലനായിക്കൊണ്ട് ദൈവമക്കൾക്ക് വിരോധമായി പലതും ഉയർത്തുമ്പോൾ പീഡ പെരുകിയിടത്ത് വചനം പെരുകി, പീഡ പെരുകിയിടത്ത് ശിഷ്യന്മാരുടെ എണ്ണം പെരുകി എന്നതുപോലെ കർത്താവെ അവിടെ നിന്ന് ദൈവമേ ജനത്തെ എല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, പല്ല് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പല്ലുവേദനയുടെ പ്രയാസങ്ങൾ, കേടുവന്നത്, മോണയിൽ കംപ്ലൈൻറ്റ് വന്നവർ, അവരെല്ലാം കർത്താവെ അവിടെ നിന്ന് വിടുവിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റണം കർത്താവെ. അസ്ഥി സംബന്ധമായി പല രീതിയിൽ, അസ്ഥി സംബന്ധമായി ചിലർക്ക് ദൈവമേ എല്ല് വളരുന്നത് പോലെയൊക്കെയുള്ള കാൽഷ്യം ഡെപ്പോസിറ്റിൻ്റെ കംപ്ലൈൻറ്റുകൾ കർത്താവെ സ്തോത്രം. വേദനകൾ, ദൈവമേ അസ്ഥികൾ ഉരുക്കിപ്പോവും, തേയ്മാനത്തിൻ്റെ അവസ്ഥകൾ, ഇങ്ങനെയൊക്കെ വേദനകൾ അനുഭവിക്കുന്നവരെ അവിടെ നിന്ന് വിടുവിക്കണം. അത്ഭുതകരമായ സൗഖ്യം അവിടെ നിന്ന് അവർക്ക് നൽകുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ മറയട്ടെ, ഹാർട്ട് കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ, ഹാലലൂയ, സൈനസ് കംപ്ലൈൻറ്റുകൾ മാറിപ്പോകട്ടെ പച്ച. ദൈവമേ, പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടുകൾ, നെർവ് സിസ്റ്റത്തിലുള്ള കംപ്ലൈൻറ്റുകൾ കർത്താവെ, വിറയൽ, ദൈവമേ കാൽ ഉറപ്പിച്ച് വയ്ക്കുവാൻ കഴിയാതെയൊക്കെയുള്ള അവസ്ഥകൾ, നടക്കുവാൻ കഴിയുന്നില്ല, കൈ ഉയർത്തുവാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സൗഖ്യം പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. ഉറക്കമില്ലാതിരിക്കുന്നവർ, രാത്രികളിൽ ഉറക്കമില്ലാതിരിക്കുന്ന യൗവനക്കാരായിരിക്കുന്നവരുണ്ട് കർത്താവെ, വാർദ്ധക്യത്തിലിരിക്കുന്നവരുണ്ട്. പലരെയും ദൈവമേ അനുഗ്രഹിക്കണമേ. സ്വസ്ഥമായി ഉറങ്ങുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല സ്തോത്രം. ദൈവിക സംരക്ഷണം എല്ലാ കുടുംബങ്ങളിലും കൂടെ ഇരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 61-62 വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ സുവിശേഷത്തിൽ അല്ലെങ്കിൽ പത്രോസിൻ്റെ ജീവിതത്തിൽ തന്നെ മാറ്റിമറിച്ച ഒരു സംഭവം. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ അവസാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ആ പെസഹ കഴിഞ്ഞു, ന്യായവിസ്താര സഭയിലേക്കും യഹൂദന്മാരെല്ലാവരും കർത്താവിനെ പിടിച്ചു ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കർത്താവിനെ തള്ളിപ്പറയുമെന്ന്, അല്ലെങ്കിൽ ഇന്ന് കോഴി കൂകും മുമ്പേ നീ എന്നെ തള്ളിപ്പറയും എന്ന് പത്രോസിനോട് പറഞ്ഞിരുന്നു. പത്രോസ് പറഞ്ഞു, ഒരിക്കലും കർത്താവിന് ഒരു കാരണവശാൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല, കർത്താവിന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞു. പക്ഷേ കർത്താവിനറിയാം എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കാരണം
എന്തായിരുന്നു? അതേ അധ്യായത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 31-32 വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു: ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. പിന്നത്തേതിൽ നീ തിരിഞ്ഞു വന്ന് നിന്റെ സഹോദരന്മാരെ ഉറപ്പിക്കും എന്ന് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവിടെ ആദ്യമേ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഹല്ലേലൂയ, കർത്താവിൻ്റെ കൂടെ നടന്ന അടുത്ത് കർത്താവിന് ശേഷം ദൈവരാജ്യത്തിൻ്റെ ചുമതല ഏൽക്കേണ്ടിയിരുന്ന പത്രോസിനെ കുറിച്ച് പിശാച് ദൈവസന്നിധിയിൽ അനുവാദം ചോദിച്ചു. അവനെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന്. കാരണം പരീക്ഷകൾ കൊണ്ടുവന്ന് പത്രോസിനെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് ദൈവസന്നിധിയിൽ അനുവാദം ചോദിക്കുകയാണ്. യോബിന് വേണ്ടിയും ഇതുപോലെ പിശാച് ദൈവസന്നിധിയിൽ ചോദിക്കുകയാണ്, അവൻ്റെ വേലികളെ പൊളിച്ചു കളയുവാൻ, യോബിൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കുവാൻ. ഇവിടെ കർത്താവ് പറയുന്നു, ഞാനോ നിൻ്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ പിശാച് നമ്മെ ഓരോരുത്തരെയും നോക്കി ഇതുപോലെ ദൈവസന്നിധിയിൽ പലതിനും വേണ്ടി അവൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും അത് വരരുതെന്നല്ല. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരും, ഇടർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരും, പിശാചും മനുഷ്യരും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പലതും വയ്ക്കും. അപ്പോൾ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുകയാണ്, നമ്മുടെ വിശ്വാസം പോകാതിരിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് വച്ച ആ പരീക്ഷ തള്ളിപ്പറയുവാനുള്ള പ്രലോഭനം യേശു മുന്നറിയിപ്പ് കൊടുത്തിട്ടും പത്രോസ് അത് ചെയ്തു. പക്ഷേ ആ കോഴി കൂകുമ്പോൾ പത്രോസ് അതിദുഃഖത്തോടെ കരഞ്ഞു. അവിടെ നിന്ന് പിന്നത്തേതിൽ നമുക്കറിയാം, തിബരിയാസിൻ്റെ കടൽക്കരയിൽ വെച്ച് കർത്താവ് പത്രോസിനെ റിസ്റ്റോർ ചെയ്യുകയാണ്. വീണ്ടും ആ സ്ഥാനത്തേക്ക് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പത്രോസിനെ ദൈവം തിരികെ എടുക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവം. ജീവിതത്തിൽ തെറ്റുകൾ കുറ്റങ്ങൾ വന്നാൽ പിശാച് പലതിലേക്ക് നമ്മെ കൊണ്ടുപോയാൽ, നാം വീണു പോയാലും കർത്താവ് നമ്മെ തള്ളിക്കളയാതെ പിന്നെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവൻ. നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ എവിടെയൊക്കെയോ പല വാണിംഗുകൾ കിട്ടിയിട്ടും നാം തെറ്റിപ്പോയി എങ്കിലും മനസ്താപത്തോടെ കരഞ്ഞാൽ മടങ്ങി വന്നാൽ നമ്മെ ചേർക്കുന്നൊരു ദൈവമുണ്ട്. അതേ സ്ഥാനത്ത് യൂദ പോയി കെട്ടി ഞാൻ ചത്തു. അവനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാമായിരുന്നു, പക്ഷെ അവനത് ചെയ്തില്ല. ഞങ്ങൾക്ക് പ്രിയമുള്ള ദൈവമക്കളെ, എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും മനുഷ്യർക്കാർക്ക് നമ്മെ മനസ്സിലായില്ലെങ്കിലും യേശു സകലതും അറിയുന്നു. യേശു നമ്മെ മനസ്സിലാക്കും. കർത്താവ് നമ്മെ നിശ്ചയമായി സ്നേഹിക്കും, മടങ്ങി വരുവാൻ നമ്മെ സഹായിക്കും. അതുകൊണ്ട് പോയ വഴി എങ്ങനെയും പോകട്ടെ എന്ന് കരുതി കർത്താവിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് പോകാതെ ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ നിങ്ങളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ആമേൻ, ആമേൻ.